പഠനം എന്നത് ഒരു ശീലമാണോ അതോ ജന്മനാ ലഭിക്കുന്ന കഴിവാണോ? ഈയൊരു തർക്കം വർഷങ്ങളായി മനഃശാസ്ത്രജ്ഞർക്കിടയിലുണ്ട്. പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സിദ്ധാന്തങ്ങൾ വെറും പേരുകളല്ല, മറിച്ച് ഉറപ്പായ മാർക്കുകളാണ്. ഇന്ന് നമുക്ക് ഈ സിദ്ധാന്തങ്ങളെ വളരെ ലളിതമായി ഉദാഹരണങ്ങൾ സഹിതം പഠിക്കാം. വെൽക്കം ടു ചോക്ക് ഡ്രീംസ്. ഇന്നത്തെ ഈ വിശദമായ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രധാനമായും ഈ 4 കാര്യങ്ങളെക്കുറിച്ചാണ്. ബിഹേവിയറിസം, വ്യവഹാരവാദം, ബി.എഫ്. സ്കിന്നറുടെയും പാവ്ലോവിന്റെയും കാഴ്ചപ്പാടുകൾ. ഇന്നേറ്റിസം, സഹജവാദം, നോം ചോംസ്കിയുടെ ഭാഷാപഠന രഹസ്യങ്ങൾ. കൺസ്ട്രക്റ്റിവിസം, നിർമ്മിതിവാദം, ജീൻ പിയാഷെയുടെ വിജ്ഞാന നിർമ്മിതി. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം, സാമൂഹിക നിർമ്മിതിവാദം, വൈഗോട്സ്കിയുടെ സ്കാഫോൾഡിങ്ങും ZPDയും. 1. ബിഹേവിയറിസം, വ്യവഹാരവാദം. എന്താണ് വ്യവഹാരവാദം? മനുഷ്യന്റെയോ മൃഗങ്ങളുടെയോ നിരീക്ഷിക്കാൻ കഴിയുന്ന പെരുമാറ്റങ്ങളെ ബിഹേവിയർ അടിസ്ഥാനമാക്കി പഠനത്തെ വിശകലനം ചെയ്യുന്ന രീതിയാണിത്. പഠനം എന്നത് പരിസ്ഥിതിയുമായുള്ള സമ്പർക്കത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ശീലമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. പ്രധാനികൾ B.F. സ്കിന്നർ, J.B. വാട്സൺ, E.N. തോണ്ടൈക്ക്, ഇവാൻ പാവ്ലോവ്. അടിസ്ഥാന തത്വം S.R. ബോണ്ട്, അതായത് ഒരു ചോദനത്തിനനുസരിച്ചുള്ള പ്രതികരണം ആവർത്തിക്കുന്നതിലൂടെ പഠനം നടക്കുന്നു. B.F. സ്കിന്നറുടെ സിദ്ധാന്തം ഓപ്പറന്റ് കണ്ടീഷനിംഗ്. ഭാഷാപഠനത്തിൽ സ്കിന്നറുടെ സിദ്ധാന്തത്തിനാണ് ഏറ്റവും പ്രാധാന്യം. ഇമിറ്റേഷൻ, അനുകരണം. മുതിർന്നവർ സംസാരിക്കുന്നത് കേട്ട് കുട്ടി അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു. റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനം. കുട്ടി ഒരു വാക്ക് കൃത്യമായി പറയുമ്പോൾ മാതാപിതാക്കൾ നൽകുന്ന ചിരി, സ്നേഹം അല്ലെങ്കിൽ പാരിതോഷികം കുട്ടിയെ ആ വാക്ക് വീണ്ടും പറയാൻ പ്രേരിപ്പിക്കുന്നു. ഷേപ്പിംഗ്, രൂപപ്പെടുത്തൽ. തെറ്റായ ഉച്ചാരണങ്ങൾ ക്രമേണ തിരുത്തി ശരിയായ രീതിയിലേക്ക് മാറ്റുന്ന പ്രക്രിയ. ഐവാൻ പാവ്ലോവ്, ക്ലാസിക്കൽ കണ്ടീഷനിംഗ്. ഒരു സ്വാഭാവിക ചോദനത്തെ മറ്റൊരു കൃത്രിമ ചോദനവുമായി ബന്ധിപ്പിക്കുന്ന രീതിയാണിത്. ഉദാഹരണം, പരീക്ഷാ ഹാളിന് മുന്നിലെ ബെൽ കേൾക്കുമ്പോൾ കുട്ടികളിലുണ്ടാകുന്ന ആകാംക്ഷ അല്ലെങ്കിൽ പേടി. E.L. തോണ്ടൈക്ക്, ട്രയൽ ആൻഡ് എറർ തിയറി. പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയും തെറ്റുകൾ വരുത്തിയും കുട്ടി പഠിക്കുന്നു. ഇതിലെ 3 പ്രധാന നിയമങ്ങൾ കേടെറ്റിൽ ചോദിക്കാറുണ്ട്. 1. ലോ ഓഫ് റെഡിനെസ്, സന്നദ്ധതാ നിയമം. കുട്ടി ശാരീരികമായും മാനസികമായും പഠിക്കാൻ തയ്യാറായിരിക്കണം. ലോ ഓഫ് എക്സസൈസ്, പരിശീലന നിയമം. ആവർത്തനത്തിലൂടെ അറിവ് ഉറയ്ക്കുന്നു. പ്രാക്ടീസ് മേക്സ് പെർഫെക്റ്റ്. ലോ ഓഫ് ഇഫക്റ്റ്, ഫലനിയമം. പഠനഫലം സന്തോഷകരമാണെങ്കിൽ കുട്ടി അത് തുടരും, വേദനാജനകമാണെങ്കിൽ ഉപേക്ഷിക്കും. ക്ലാസ് റൂം പ്രയോഗങ്ങൾ, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. 1. പഠനകാര്യങ്ങൾ ചെറിയ യൂണിറ്റുകളായി വിഭജിക്കുക. 2. കുട്ടികൾക്ക് ഉടനടി ഫീഡ്ബാക്ക് നൽകുക. 3. ശരിയായ ഉത്തരങ്ങൾക്ക് റിവാർഡുകൾ നൽകുക. മുൻവർഷ ചോദ്യങ്ങൾ. 1. ലാംഗ്വേജ് ഈസ് എ ഹാബിറ്റ് ഫോർമേഷൻ. ഈ പ്രസ്താവന ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൺസ്ട്രക്റ്റിവിസം, ബിഹേവിയറിസം, ഇന്നേറ്റിസം, കോഗ്നിറ്റിവിസം. ഭാഷാപഠനത്തിൽ റീഇൻഫോഴ്സ്മെന്റ്, പ്രബലനം എന്ന ആശയത്തിന് മുൻതൂക്കം നൽകിയതാര്? ഉത്തരം B.F. സ്കിന്നർ. 3. പഠനത്തിലെ ശീലരൂപവത്കരണം, ഹാബിറ്റ് ഫോർമേഷൻ എന്നതിനെ അനുകൂലിക്കുന്നവർ? ഉത്തരം വ്യവഹാരവാദികൾ. സഹജവാദം, ഇന്നേറ്റിസം. എന്താണ് ഇന്നേറ്റിസം? ആശയം: മനുഷ്യന് ഭാഷ പഠിക്കാനുള്ള കഴിവ് ജന്മസിദ്ധമാണ്, ഇൻബോൺ കപ്പാസിറ്റി. കുട്ടിക്ക് ഭാഷ സ്വാഭാവികമായി ഉൾക്കൊള്ളാനുള്ള ഒരു സംവിധാനം ജന്മനാ ഉണ്ടെന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. പ്രധാന വാദികൾ: ബിഹേവിയറിസത്തിനെതിരെ നോം ചോംസ്കി മുന്നോട്ടുവച്ച സിദ്ധാന്തമാണിത്. അടിസ്ഥാന തത്വം: ഭാഷ പഠനം അനുകരണത്തിലൂടെ മാത്രം നടക്കുന്ന ഒന്നല്ല, മറിച്ച് മസ്തിഷ്കത്തിൽ ഇതിനായുള്ള ഒരു ഘടനയുണ്ട്. ചോംസ്കിയുടെ ചോദ്യം: ഒരു കുട്ടിക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് വ്യാകരണ നിയമങ്ങൾ ആരും പഠിപ്പിക്കാതെ തന്നെ സങ്കീർണമായ വാക്യങ്ങൾ എങ്ങനെ പറയാൻ സാധിക്കുന്നു? ഇതിനെ അദ്ദേഹം പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്ന് വിളിച്ചു. നോം ചോംസ്കി, പ്രധാന ആശയങ്ങൾ. ചോംസ്കിയുടെ ഇന്നേറ്റിസം സിദ്ധാന്തത്തിലെ പ്രധാനപ്പെട്ട 2 ആശയങ്ങൾ താഴെ കൊടുക്കുന്നു. LAD, ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്, ഭാഷാ സ്വാംശീകരണ ഉപകരണം. ആശയം: ഭാഷ പഠനത്തിനായി
മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ജന്മനാൽ തന്നെയുള്ള ഒരു സാങ്കൽപ്പിക സംവിധാനമാണിത്. പ്രവർത്തനം: ഇത് കുട്ടികളെ കേൾക്കുന്ന ഭാഷയിലെ നിയമങ്ങൾ സ്വയം വിശകലനം ചെയ്യാനും വാക്കുകളിൽ നിന്ന് വ്യാകരണ നിയമങ്ങൾ വേർതിരിച്ചെടുക്കാനും സഹായിക്കുന്നു. ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം പോലെ ഇത് ഭാഷയെ പ്രോസസ്സ് ചെയ്യുന്നു. വിശദീകരണം: കുട്ടിക്ക് ചുറ്റും കേൾക്കുന്ന ഭാഷയെ ഈ LED വിശകലനം ചെയ്യുകയും ആ ഭാഷയുടെ പൊതുവായ വ്യാകരണ നിയമങ്ങൾ സ്വയം രൂപപ്പെടുത്തുകയും ചെയ്യുന്നു. യൂണിവേഴ്സൽ ഗ്രാമർ, സാർവത്രിക വ്യാകരണം. ആശയം: ലോകത്തിലെ എല്ലാ മനുഷ്യഭാഷകൾക്കും അടിസ്ഥാനപരമായ ചില വ്യാകരണ നിയമങ്ങളും തത്വങ്ങളും ഒന്നാണെന്ന് ചോംസ്കി വാദിച്ചു. വിശദീകരണം: LED പ്രവർത്തിക്കുന്നത് ഈ യൂണിവേഴ്സൽ ഗ്രാമറിന്റെ അടിസ്ഥാനത്തിലാണ്. ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും അവയ്ക്കെല്ലാം പിന്നിൽ പൊതുവായ ഒരു ഘടനയുണ്ട്. ഉദാഹരണം: എല്ലാ ഭാഷകളിലും നാമം നൗൺ, ക്രിയ വെർബ്, കർത്താവ് സബ്ജക്റ്റ്, കർമ്മം ഒബ്ജക്റ്റ് തുടങ്ങിയ ആശയങ്ങൾ ഉണ്ട്. ഇവയെല്ലാം യൂണിവേഴ്സൽ ഗ്രാമറിന്റെ ഭാഗമാണ്. ഇന്നേറ്റിസത്തിന്റെ പ്രധാന സവിശേഷതകൾ: വേഗത്തിലുള്ള പഠനം, റാപ്പിഡ് അക്വിസിഷൻ. കുട്ടികൾ വളരെ വേഗത്തിൽ ഭാഷ പഠിക്കുന്നത് LADയുടെ സഹായം കൊണ്ടാണെന്ന് ഇന്നേറ്റിസ്റ്റുകൾ വിശ്വസിക്കുന്നു. തെളിവുകൾ: എല്ലാ സംസ്കാരങ്ങളിലെയും കുട്ടികൾ ഏതാണ്ട് ഒരേ പ്രായത്തിൽ തന്നെ ഭാഷാവികാസത്തിന്റെ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. തെറ്റുകൾ എറേഴ്സ്: കുട്ടികൾ ഭാഷ പഠിക്കുമ്പോൾ ചിലപ്പോൾ പോയി എന്നു പറയുന്നതിനു പകരം പോയിച്ചു എന്ന് പറയാറുണ്ട്. ഇത് അവർ നിയമങ്ങൾ സ്വയം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമാണ്. ക്ലാസ് റൂം പ്രയോഗങ്ങൾ, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ഭാഷാസമ്പന്നമായ ചുറ്റുപാട്: കുട്ടികൾക്ക് ധാരാളം കേൾക്കാനും സംസാരിക്കാനും അവസരങ്ങൾ നൽകുക. സ്വതന്ത്രമായ ഉപയോഗം: കുട്ടികളെ വ്യാകരണ തെറ്റുകളെ പേടിക്കാതെ ഭാഷ ഉപയോഗിക്കാൻ പ്രോത്സാഹിപ്പിക്കുക. കണ്ടെത്തൽ പഠനം, ഡിസ്കവറി ലേണിംഗ്. കുട്ടികളെ സ്വന്തമായി ഭാഷാ നിയമങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകുക. മുൻവർഷ ചോദ്യങ്ങൾ: ഭാഷ പഠനം ജന്മസിദ്ധമായ കഴിവാണെന്ന് വാദിച്ച പ്രമുഖ ഭാഷാശാസ്ത്രജ്ഞൻ ആര്? എ. B.F. സ്കിന്നർ, ബി. നോം ചോംസ്കി, സി. ജീൻ പിയാഷെ, ഡി. ലെവ് വൈഗോട്സ്കി. LAD ഭാഷാ സ്വാംശീകരണ ഉപകരണം എന്ന ആശയം ആവിഷ്കരിച്ചത് ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എ. വ്യവഹാരവാദം, ബി. സഹജവാദം, സി. നിർമ്മിതിവാദം, ഡി. സാമൂഹിക നിർമ്മിതിവാദം. സാർവത്രിക വ്യാകരണം, യൂണിവേഴ്സൽ ഗ്രാമർ എന്ന ആശയം മുന്നോട്ടുവച്ച ചിന്തകൻ ആര്? ഉത്തരം: നോം ചോംസ്കി. ജ്ഞാനനിർമ്മിതിവാദം, കൺസ്ട്രക്റ്റിവിസം. എന്താണ് ജ്ഞാനനിർമ്മിതിവാദം? വാട്ട് ഈസ് കൺസ്ട്രക്റ്റിവിസം? ആശയം: കുട്ടിയെ ഒരു ശൂന്യമായ പാത്രമായല്ല, മറിച്ച് ഒരു കുട്ടി ശാസ്ത്രജ്ഞൻ, ലിറ്റിൽ സയന്റിസ്റ്റായാണ് ഈ സിദ്ധാന്തം കാണുന്നത്. പ്രധാനി: ജീൻ പിയാഷെ. അടിസ്ഥാന തത്വം: അറിവ് നിർമ്മിക്കപ്പെടുന്നത് കുട്ടിയുടെ ശാരീരികവും മാനസികവുമായ വികാസത്തിനനുസരിച്ചാണ്. ഉദാഹരണം: ഒരു അധ്യാപകൻ പൂവിനെക്കുറിച്ച് ക്ലാസ്സിൽ പ്രസംഗിക്കുന്നതിനേക്കാൾ കുട്ടി നേരിട്ടൊരു പൂവ് തൊട്ടുനോക്കിയും മണത്തുനോക്കിയും അതിന്റെ നിറം കണ്ടും മനസ്സിലാക്കുമ്പോഴാണ് അവിടെ യഥാർത്ഥ അറിവ് നിർമ്മിക്കപ്പെടുന്നത്. പ്രധാന പ്രക്രിയകൾ, കീ കോൺസെപ്റ്റ്സ്. പിയാഷെയുടെ സിദ്ധാന്തപ്രകാരം കുട്ടി അറിവ് നിർമ്മിക്കാൻ പ്രധാനമായും 3 ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നു. 1. സ്കീമ. നമ്മുടെ മസ്തിഷ്കത്തിൽ അറിവുകൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ചെറിയ പാക്കറ്റുകൾ അല്ലെങ്കിൽ അറകളാണ് സ്കീമ. ഉദാഹരണം: ഒരു കൊച്ചുകുട്ടിക്ക് നായ എന്നാൽ 4 കാലും വാലുമുള്ള ഒരു മൃഗമാണ് എന്നൊരു ധാരണ സ്കീമ ഉള്ളിലുണ്ടാകുന്നു. 2. അസിമിലേഷൻ, സ്വാംശീകരണം. നേരത്തെ ഉള്ള അറിവിലേക്ക് പുതിയ അറിവിനെ മാറ്റം വരുത്താതെ കൂട്ടിച്ചേർക്കുന്ന രീതിയാണിത്. ഉദാഹരണം: നായയെ കണ്ടിട്ടുള്ള കുട്ടി ഒരു പൂച്ചയെ കാണുമ്പോൾ അതിനും 4 കാലും വാലുമുള്ളതുകൊണ്ട് അതിനെയും നായ എന്ന് വിളിക്കുന്നു. 3. അക്കമഡേഷൻ, അനുരൂപണം. പുതിയ അറിവിനെ ഉൾക്കൊള്ളാനായി നിലവിലുള്ള അറിവിൽ മാറ്റം വരുത്തുകയോ പുതിയൊരു സ്കീമ ഉണ്ടാക്കുകയോ ചെയ്യുന്ന രീതി. ഉദാഹരണം: ഇത് നായയല്ല പൂച്ചയാണ്, പൂച്ച ഉറക്കെ കുരയ്ക്കില്ല എന്ന് ആരോ പറയുമ്പോൾ കുട്ടി തന്റെ മനസ്സിലെ അറിവിനെ തിരുത്തുന്നു. ക്ലാസ് റൂം പ്രയോഗങ്ങൾ, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. ശിശു കേന്ദ്രീകൃത പഠനം. പഠനപ്രക്രിയയിൽ അധ്യാപകനേക്കാൾ പ്രാധാന്യം കുട്ടിക്കായിരിക്കണം. അനുഭവങ്ങളിലൂടെയുള്ള പഠനം, ലേണിംഗ് ബൈ ഡൂയിങ്. കുട്ടികൾക്ക് സ്വയം പരീക്ഷിക്കാനും കണ്ടെത്താനുമുള്ള അവസരങ്ങൾ നൽകണം. അധ്യാപകന്റെ റോൾ. അധ്യാപകനൊരു സഹായി,
ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കണം. അറിവ് വിളിച്ചു പറയുന്ന ആളാകരുത്. മുൻവർഷ ചോദ്യങ്ങൾ. കുട്ടിയൊരു കൊച്ചു ശാസ്ത്രജ്ഞനാണ്. ഈ പ്രസ്താവന ആരുടേതാണ്? എ. ബി.എഫ്. സ്കിന്നർ, ബി. ജീൻ പിയാഷെ, സി. നോം ചോംസ്കി, ഡി. വൈഗോട്സ്കി. ഉത്തരം ബി. ജീൻ പിയാഷെ. മസ്തിഷ്കത്തിലെ അറിവിന്റെ ഘടനകളെ സൂചിപ്പിക്കുന്ന പദം ഏത്? എ. എൽ.എ.ഡി, ബി. സ്കാഫോൾഡിംഗ്, സി. സ്കീമ, ഡി. എസ്.ആർ. ബോണ്ട്. ഉത്തരം സി. സ്കീമ. പുതിയ അറിവുകൾക്കനുസരിച്ച് പഴയ അറിവിനെ ക്രമീകരിക്കുന്ന പ്രക്രിയ. ഉത്തരം അക്കമഡേഷൻ. സാമൂഹിക നിർമ്മിതിവാദം, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. എന്താണ് സാമൂഹിക നിർമ്മിതിവാദം? ആശയം: അറിവ് എന്നത് കുട്ടി ഒറ്റയ്ക്ക് നിർമ്മിക്കുന്നതല്ല, മറിച്ച് സമൂഹത്തിലെ മുതിർന്നവരുമായും കൂട്ടുകാരുമായും നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് സോഷ്യൽ ഇന്ററാക്ഷൻ രൂപപ്പെടുന്നത് എന്ന് ഈ സിദ്ധാന്തം പറയുന്നു. പ്രധാനി ലെവ് വൈഗോട്സ്കി. അടിസ്ഥാന തത്വം: കുട്ടിയുടെ ചിന്തയും ഭാഷയും വളരുന്നത് അവൻ ജീവിക്കുന്ന സാഹചര്യത്തിനനുസരിച്ചാണ്. പ്രധാന ആശയങ്ങൾ: വൈഗോട്സ്കിയുടെ സിദ്ധാന്തത്തിൽ പരീക്ഷയ്ക്കെപ്പോഴും ചോദിക്കുന്ന 3 പ്രധാന കാര്യങ്ങൾ ഇവയാണ്. എ. ZPD വികാസ സാമീപ്യ മണ്ഡലം. ഒരു കുട്ടിക്ക് തനിയെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളും തമ്മിലുള്ള ദൂരമാണ് ZPD. ഉദാഹരണം: ഒരു കണക്ക് കുട്ടിക്കൊറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നില്ല, എന്നാൽ അധ്യാപകൻ ഒരു ചെറിയ സൂചന നൽകിയപ്പോൾ അവനത് പൂർത്തിയാക്കി. ഇവിടെ അധ്യാപകന്റെ സഹായത്തോടെ കുട്ടിയെത്തിയ ആ ഘട്ടമാണ് ZPD. ബി. സ്കഫോൾഡിംഗ് കൈത്താങ്. പഠനപ്രക്രിയയുടെ ആദ്യഘട്ടത്തിൽ അധ്യാപകനോ മുതിർന്നവരോ നൽകുന്ന താൽക്കാലിക പിന്തുണയാണിത്. കുട്ടിക്ക് ആ കാര്യം തനിയെ ചെയ്യാൻ പ്രാപ്തിയാകുമ്പോൾ ഈ പിന്തുണ പിൻവലിക്കുന്നു. ഉദാഹരണം: സൈക്കിൾ ചവിട്ടാൻ പഠിക്കുമ്പോൾ ആദ്യം പുറകിൽ പിടിച്ചുകൊടുക്കുന്നതും കുട്ടി പഠിച്ചു കഴിയുമ്പോൾ കൈവിടുന്നതും പോലെ. സി. MKO മോർ നോളജബിൾ അതർ. പഠിക്കുന്നയാളേക്കാൾ കൂടുതൽ അറിവുള്ള ആരെയും MKO എന്ന് വിളിക്കാം. അത് അധ്യാപകനോ മാതാപിതാക്കളോ ചിലപ്പോൾ കുട്ടിയുടെ കൂട്ടുകാരോ ആകാം. ഭാഷയും ചിന്തയും. വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷയെന്നത് കേവലം ആശയവിനിമയത്തിന് മാത്രമല്ല, മറിച്ച് ചിന്തിക്കാനുള്ള ഒരു ഉപകരണം കൂടിയാണ്. പ്രൈവറ്റ് സ്പീച്ച് ആത്മഭാഷണം. കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാൻ അവർ സ്വയം സംസാരിക്കാറുണ്ട്. ഇതിനെയാണ് പ്രൈവറ്റ് സ്പീച്ച് എന്ന് വിളിക്കുന്നത്. ഇത് കുട്ടിയുടെ ബുദ്ധിവികാസത്തിന് വളരെ അത്യാവശ്യമാണ്. ക്ലാസ് റൂം പ്രയോഗങ്ങൾ, എഡ്യൂക്കേഷണൽ ഇംപ്ലിക്കേഷൻസ്. കോഓപ്പറേറ്റീവ് ലേണിംഗ്. കുട്ടികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞു പഠിക്കുന്നത് പ്രോത്സാഹിപ്പിക്കുക. പിയർ ട്യൂട്ടറിംഗ്. അറിവുള്ള കുട്ടികൾ മറ്റുള്ളവരെ സഹായിക്കുന്ന രീതി. ഇന്ററാക്ഷൻ. ക്ലാസ്സിൽ കുട്ടികൾക്ക് പരസ്പരം സംസാരിക്കാനും സംശയങ്ങൾ ചോദിക്കാനും അവസരം നൽകുക. മുൻവർഷ ചോദ്യങ്ങൾ. ZPD സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് എന്ന ആശയം ആവിഷ്കരിച്ചതാര്? 1. ജീൻ പിയാഷെ, 2. ലെവ് വൈഗോട്സ്കി, 3. സ്കിന്നർ, 4. ചോംസ്കി. ശരിയായ ഉത്തരം ബി. ലെവ് വൈഗോട്സ്കി. പഠനത്തിൽ അധ്യാപകൻ നൽകുന്ന കൈത്താങ് പ്രക്രിയയെ വിളിക്കുന്ന പേര്: 1. അസിമിലേഷൻ, 2. സ്കീമ, 3. സ്കഫോൾഡിംഗ്, 4. LAD. ശരിയായ ഉത്തരം ബി. സ്കഫോൾഡിംഗ്. സാമൂഹിക നിർമ്മിതിവാദത്തിന്റെ അടിസ്ഥാനം എന്ത്? ഉത്തരം സാമൂഹിക ഇടപെടലുകൾ, സോഷ്യൽ ഇന്ററാക്ഷൻ. അപ്പോൾ സുഹൃത്തുക്കളെ, ഭാഷാ പഠന സിദ്ധാന്തങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 സിദ്ധാന്തങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി പഠിച്ചത്. ഇനി നിങ്ങൾ ഈ വിഷയങ്ങൾ എത്രത്തോളം പഠിച്ചു എന്ന് സ്വയം പരിശോധിക്കാനുള്ള സമയമാണ്. അതിനായി നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങളെ ആസ്പദമാക്കി തയ്യാറാക്കിയ 10 പ്രധാന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 10ൽ എത്ര മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കണം. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഭാഷാ പഠന സിദ്ധാന്തങ്ങൾ, മോഡൽ ക്വസ്റ്റ്യൻസ്. ചോദ്യം 1. ഭാഷാ പഠനമെന്നത് ആവർത്തനത്തിലൂടെയും അനുകരണത്തിലൂടെയും രൂപപ്പെടുന്ന ഒരു ശീലമാണെന്ന് വിശ്വസിക്കുന്ന സിദ്ധാന്തമേത്? 1. ഇന്നേറ്റിസം, 2. വ്യവഹാരവാദം, 3. നിർമ്മിതിവാദം, 4. സാമൂഹിക നിർമ്മിതിവാദം. ശരിയായ ഉത്തരം ബി. വ്യവഹാരവാദം. ചോദ്യം 2. മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ ഭാഷാ പഠനത്തിനായി ജന്മനാൽ തന്നെയുള്ള സംവിധാനത്തെക്കുറിച്ച് വിവരിച്ചതാര്? 1. ജീൻ പിയാഷെ, 2. B.F. സ്കിന്നർ, 3. ലെവ് വൈഗോട്സ്കി, 4. നോം ചോംസ്കി. ശരിയായ ഉത്തരം ഡി. നോം ചോംസ്കി. ചോദ്യം 3. കുട്ടിയെ ഒരു കൊച്ചു ശാസ്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചതാര്? 1. ജീൻ പിയാഷെ, 2. B.F. സ്കിന്നർ,
3 നോം ചോംസ്കി 4 ഐവാൻ പാവ്ലോവ്. ശരിയായ ഉത്തരം എ ജീൻ പിയാഷെ. ചോദ്യം 4. ഒരു കുട്ടിക്ക് തനിയെ ചെയ്യാവുന്ന കാര്യങ്ങളും മറ്റൊരാളുടെ സഹായത്തോടെ ചെയ്യാവുന്ന കാര്യങ്ങളും തമ്മിലുള്ള ദൂരത്തെ വിളിക്കുന്ന പേര്. 1 സ്കീമ, 2 സ്കഫോൾഡിംഗ്, 3 ZPD, 4 LAD. ശരിയായ ഉത്തരം സി ZPD. ചോദ്യം 5. പഠന പ്രക്രിയയിൽ ഉടനടിയുള്ള പ്രതികരണങ്ങൾക്കും പ്രബലനത്തിനും പ്രാധാന്യം നൽകിയ ചിന്തകൻ. 1 നോം ചോംസ്കി, 2 BF സ്കിന്നർ, 3 ലെവ് വൈഗോട്സ്കി, 4 ജീൻ പിയാഷെ. ശരിയായ ഉത്തരം ബി BF സ്കിന്നർ. ചോദ്യം 6. അറിവിന്റെ മാനസിക ഘടനകളെ സൂചിപ്പിക്കാൻ പിയാഷെ ഉപയോഗിച്ച പദമേത്? 1 സ്കീമ, 2 സ്കഫോൾഡിംഗ്, 3 അസിമുലേഷൻ, 4 കണ്ടീഷനിംഗ്. ശരിയായ ഉത്തരം എ സ്കീമ. സമൂഹത്തിലെ മുതിർന്നവരുമായും കൂട്ടുകാരുമായും നടത്തുന്ന ഇടപെടലുകളിലൂടെയാണ് ഭാഷ വളരുന്നത് എന്ന് വാദിച്ചതാര്? 1 നോം ചോംസ്കി, 2 BF സ്കിന്നർ, 3 ലെവ് വൈഗോട്സ്കി, 4 JB വാട്സൺ. ശരിയായ ഉത്തരം സി ലെവ് വൈഗോട്സ്കി. പുതിയ അറിവിനെ ഉൾക്കൊള്ളാനായി നിലവിലുള്ള അറിവിനെ മാറ്റം വരുത്തുന്ന പ്രക്രിയ ഏത്? 1 സ്വാംശീകരണം, 2 അനുരൂപണം, 3 ഇമിറ്റേഷൻ, 4 ഇൻസ്ട്രക്ഷൻ. ശരിയായ ഉത്തരം ബി അനുരൂപണം അക്കോമഡേഷൻ. പഠനത്തിന്റെ ആദ്യഘട്ടത്തിൽ അധ്യാപകൻ നൽകുന്ന താൽക്കാലിക പിന്തുണയെ വിളിക്കുന്ന പേര്? 1 സ്കഫോൾഡിംഗ്, 2 പ്രൈവറ്റ് സ്പീച്ച്, 3 റീഇൻഫോഴ്സ്മെന്റ്, 4 യൂണിവേഴ്സൽ ഗ്രാമർ. ശരിയായ ഉത്തരം എ സ്കഫോൾഡിംഗ്. ലോകത്തിലെ എല്ലാ ഭാഷകൾക്കും അടിസ്ഥാനപരമായ ചില വ്യാകരണ നിയമങ്ങളുണ്ടെന്ന ആശയം ആരുടേതാണ്? 1 ജീൻ പിയാഷെ, 2 ലെവ് വൈഗോട്സ്കി, 3 BF സ്കിന്നർ, 4 നോം ചോംസ്കി. ശരിയായ ഉത്തരം ഡി നോം ചോംസ്കി. ഈ 10 ചോദ്യങ്ങളും നിങ്ങൾക്ക് കേട്ടറ്റ് പരീക്ഷയിൽ വലിയ സഹായമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പഠന ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പ്രധാന വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.